ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. ചിരട്ട കൊണ്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതായത് നമുക്ക് ഗ്യാസും അതുപോലെ തന്നെ കറണ്ടും ഒക്കെ ചിരട്ടയുണ്ടെങ്കിൽ ലാഭിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ മുടി കറുപ്പിക്കാനായിട്ടുള്ള നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഡൈ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഒരു കെമിക്കലും ഇല്ലാതെ മുടി ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് മുടി മാത്രമല്ല മീശയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് കറുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല. അത്രയും ഉപയോഗങ്ങളാണ് നമുക്ക് ചിരട്ട കൊണ്ട് ഉള്ളത്. മാത്രമല്ല മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഡൈ. അതുപോലെ തന്നെ നമ്മളുടെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ലല്ലേ. അപ്പോൾ ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ഓട്ടുപാത്രങ്ങളൊക്കെ ഇതുപോലെയുള്ള പൂജാപാത്രങ്ങളൊക്കെ നല്ല പോലെ തന്നെ ചിരട്ട ഉണ്ടെങ്കിൽ വെളുപ്പിച്ചെടുക്കാം. അപ്പോൾ അത്രയും യൂസ്ഫുള്ളായിട്ടുള്ളതാണ് നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട. അപ്പോൾ ഇനി ചിരട്ട ഈ വീഡിയോ കണ്ടാൽ ചിരട്ട ഇനി ആരും കളയത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചാൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ വീട്ടിൽ ചെയ്യാം. ഇതുപോലെ തന്നെ തറയൊക്കെ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുക്കുക ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ കൊതുകും പ്രാണികളെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഐഡിയ കാണിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് എങ്ങനെയാണ് ലാഭിക്കുക എന്ന് കാണിക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്യാസ് ചിലവാകുന്ന ചോറൊക്കെ വേവിക്കുമ്പോഴാണല്ലേ. കുക്കറിൽ പോലും ആണെങ്കിൽ പോലും നമുക്ക് ഒരു 4-5 വിസിലൊക്കെ നമുക്ക് അടിക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ചിരട്ട ഇട്ട് ഞാൻ അരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 2 വിസിലൊക്കെ ആയപ്പോൾ തന്നെ ഓഫാക്കിയാൽ നമ്മളുടെ അതായത് ചിരട്ട നമുക്കറിയാം നല്ല ഹീറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ആ ചൂട് നിലനിർത്തി നമ്മളുടെ ചോറൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ചോറ് മാത്രമല്ല പരിപ്പ് അതുപോലെ തന്നെ ഏത് ധാന്യവർഗ്ഗങ്ങൾ വേവിക്കുമ്പോഴും നമുക്കിതുപോലെ ചിരട്ട ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതേ നമ്മളുടെ പരിപ്പ് വേവിച്ചപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിരട്ട. നല്ലപോലെ തന്നെ നല്ല കലങ്ങി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് പരിപ്പ് കേട്ടോ. അതുപോലെ തന്നെ പയറ് നമുക്കറിയാം വൻപയറും ഒക്കെ നല്ലപോലെ വേവുള്ളതാണ്. അപ്പോൾ അതൊക്കെ വേവിക്കുമ്പം ചിരട്ട ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ കറണ്ടും ലാഭിക്കാൻ ഞാൻ ഇതേ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫ്രിഡ്ജ് ഓൺ ആണല്ലോ, അപ്പോൾ ഒന്ന് ഫ്രീസറിൽ ഇതുപോലെ ചിരട്ടയിൽ വെള്ളമാക്കി എടുത്ത് നല്ലപോലെ ഫ്രീസാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ പലവട്ടം നമ്മൾ ഫ്രിഡ്ജ് തുറക്കും. അപ്പോഴൊക്കെ നമുക്ക് കറണ്ട് ചാർജ് നഷ്ടമാകും. അപ്പോൾ ആ സൈഡിൽ ഏതെങ്കിലും കോർണറിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആ തണുപ്പ് നിലനിർത്താനും അതുപോലെ തന്നെ കറണ്ട് ചാർജ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുവേ. അപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ തണുപ്പ് കാലമാണ്. നമുക്കത് ചിരട്ടയിൽ ഇതുപോലെ അടിപൊളി ഒരു ടീ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തുളസി ഇലയും തേയില അതുപോലെ തന്നെ ചുക്കില്ലെങ്കിൽ ഇഞ്ചി പിന്നെ കുരുമുളക് ഇട്ട് തിളപ്പിച്ചെടുത്തിയാണ്. അടിപൊളി ടീയാണ് കേട്ടോ. തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മളുടെ ഉപ്പിൻ്റെ അകത്ത് ഒരു ചെറിയ കഷ്ണം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലുത്ത് പോകില്ല കേട്ടോ. അപ്പം നമുക്ക് തണുപ്പ് സമയത്തൊക്കെ പെട്ടെന്ന് അലുത്ത് പോകും. ഇതൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ഉഴുന്നുവട ഉണ്ടാക്കുമ്പം കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് ഉഴുന്നുവട ഉണ്ടാക്കുവാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ചിരട്ട ഒരു കണ്ണ് നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. അതിനുശേഷം ഒന്ന് പരത്തി ആ കണ്ണിൻ്റെ അകത്തുകൂടെ നമുക്കൊന്ന് ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം എണ്ണ ചൂടായ ശേഷം ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇട്ട് കൊടുത്ത് ഇതുപോലെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട കിട്ടും. നല്ല ടേസ്റ്റി ആയിരിക്കുമേ. അതുപോലെ കുരുമുളക് ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഉഴുന്നുവടക്ക്. അപ്പോൾ ചിരട്ട ഇനി ആരും കളയരുത്. അത്രയും യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. നമുക്ക് വെറുതെ കളയുന്ന ചിരണ്ടിയിട്ട് കളയുന്ന ചിരട്ടയല്ലേ. അപ്പോൾ നമ്മളുടെ ഉഴുന്നുവടയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് നല്ല അടിപൊളി ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചിരട്ട 3 ചിരട്ട കത്തിച്ചെടുത്തിയാണ്. അപ്പോൾ ഇത് കനലാണ് കിട്ടിയേക്കുന്നത്. ഇത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും പാടില്ല, നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പൗഡർ നമുക്ക് ഒന്നെങ്കിൽ കുറേ അധികം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ വെക്കാം, കുറേശ്ശെയായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഇതിൻ്റെ കൂടെ വേണ്ടത് അലോവേരയാണ്. അലോവേര നമുക്കറിയാം മുടിക്ക് ഏറ്റവും നല്ലതാണ്. മുടി വളരാനും ഒക്കെ നല്ലതാണ്, മുടി കറുക്കാനൊക്കെ. അതിനുശേഷം അലോവേര ഞാൻ ഒരു ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പൗഡർ ഇട്ട് കൊടുക്കുക, ചിരട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻസ് മതി. നമ്മളുടെ കയ്യിൽ പുരട്ടിയപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ നരച്ച മുടിയിലൊക്കെ ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളഞ്ഞാൽ മുടി കറുക്കാനും അതുപോലെ തന്നെ വളരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കറുത്ത് വരും കേട്ടോ. നമുക്ക് മുടി മാത്രമല്ല മീശയൊക്കെ ഇതുപോലെ കറുപ്പിക്കും
പൊടിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്മളുടെ ഡിഷ് വാഷ് ഒഴിച്ച ശേഷം ഈ പൊടിക്കകത്ത് ചിരട്ടപ്പൊടിക്കകത്ത് നമുക്ക് ഡിഷ് വാഷ് ഒഴിച്ച ശേഷം നമ്മളുടെ എത്ര അഴുക്ക് പിടിച്ചേയും ക്ലാവ് പിടിച്ചേയും പൂജാപാത്രങ്ങൾ ഇത് നിങ്ങൾക്ക് കിണ്ടി കാണുമ്പോഴേ അറിയാം നല്ല പോലെ തന്നെ ക്ലാവും അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പേസ്റ്റ് തേച്ച് വെച്ച് അരമണിക്കൂർ ശേഷം നമുക്ക് എത്രയും റെസ്റ്റ് ചെയ്യുന്ന അത്രയും വെളുത്ത് കിട്ടും. കഴുകിക്കളഞ്ഞാൽ ഇതുപോലെ തന്നെ വെളുത്ത് കിട്ടും കേട്ടോ. നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടും. മുക്കാൽ ഭാഗത്തോളം ഒക്കെ പോയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ക്ലാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒത്തിരി ഒന്നും പോയില്ല, എന്നാലും ഒരുവിധം വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ പൊടിയെടുത്ത് ക്ലീൻ ആക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എത്ര കറ പിടിച്ച പാത്രങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം. അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തറയൊക്കെ തുടക്കാനായിട്ടാണ്. ഈ പൊടി തന്നെ ചിരട്ടപ്പൊടി തന്നെ കുറച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കിതേ കുറച്ച് നോർമൽ വാട്ടറിൽ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് തറ തുടക്കാനായിട്ട്. ലേശം ഉപ്പ് കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ്. നമുക്കറിയാം അണുക്കളുമൊക്കെ പോകാനായിട്ട് ഉപ്പ് നല്ലതാണ്. അപ്പോൾ ഇനി വേറെ ഡിഷ് വാഷ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല, ലിക്വിഡൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഇത് ഇട്ട് ഒരു തുണി കൊണ്ട് തുടച്ച് കൊടുത്താൽ നമ്മളുടെ തറയൊക്കെ വെളുത്ത് കിട്ടുകയും ചെയ്യും. അണുക്കളുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും. നല്ല പോലെ തന്നെ വെട്ടിത്തിളങ്ങും തറയൊക്കെ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പൊടി. അതുപോലെ നമ്മളുടെ ഫ്രിഡ്ജിൽ നമുക്കറിയാം പാലൊക്കെ വെക്കുമ്പം പഴുകുമ്പോൾ ഒരു മണമായിരിക്കും അവിടെ ഇവിടെയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുമ്പം. അപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട ശേഷം ഒരു ഫോർക്ക് കൊണ്ട് 2-3 ഹോൾ ഇടുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിന് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മൾ വെച്ചാൽ ഇതുപോലെ വെച്ചാൽ നമുക്ക് ആ പാലിൻ്റെ അംശം ഇറച്ചിയുടെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി അണുക്കളൊക്കെ പോയി കിട്ടും. അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പ് കാലത്ത് പ്രാണികൾ കൊതുകിനെയൊക്കെ തുരത്താനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിനുശേഷം മേളിലത്തെ ആ പോർഷൻസ് ഒരു 1/4 ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കായിട്ട് ഒരു ഹോള് പോലെ ആക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം, കുരുവൊക്കെ കളഞ്ഞ്. അപ്പോൾ ഇനി ഇതിനുള്ളിൽ ചെറിയൊരു മെഴുകുതിരി വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് അപ്പം മറുത് പോലും നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പുവിൻ്റെ സ്മെല്ല് നമുക്കറിയാം. അതൊരു പുകച്ചാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും അല്ലേ. അത് ഞാൻ ചുറ്റും നാരങ്ങയുടെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയൊരു മെഴുകുതിരി നൂലൊക്കെ ഒന്ന് പുറത്താക്കിയിട്ട് ഒന്ന് ആ ഹോളിൽ വെച്ച് കൊടുത്ത ശേഷം കത്തിച്ച് കൊടുത്ത് സന്ധ്യാസമയത്തൊക്കെ വെക്കുവാണെങ്കിൽ അടുക്കളയിലും നമ്മളുടെ ഹോളിലൊക്കെ വെക്കുവാണെങ്കിൽ പ്രാണികൾ, ഈച്ച, കൊതുക് ഒന്നും വരില്ല കേട്ടോ. ഇതുപോലെ കത്തിച്ച് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മളെടുത്ത് ഏറ്റവും ടോപ്പിൽ ആ പോർഷൻസ് ഇല്ലേ അതൊന്ന് കവർ ചെയ്യുവാണെങ്കിൽ ആ പുക മൊത്തം ഇതുപോലെ സ്പ്രെഡ് ചെയ്യും കേട്ടോ. പുറത്തൊക്കെ സ്പ്രെഡ് ചെയ്ത് പ്രാണികളും കൊതുകുകളൊന്നും വരില്ല. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിലൊക്കെ വെക്കുന്ന നല്ലതാണ്. നമുക്കറിയാം ഫുഡൊക്കെ ഇച്ചിരി നേരം തുറന്ന് വെച്ചാൽ ഈച്ചയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.